രക്ഷിച്ചവനേ, മിഴിനീരൊഴുക്കി അങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യരായി തീരുവാൻ ആശിപ്പോരെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിൻചൊല്ലാൻ കൽപ്പിച്ച നായക, നിൻ ദിവ്യരക്തത്താലെൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യരക്തത്താൽ എൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച് അങ്ങേ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങേ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായും അറിവോടും സമ്മതത്തോടും കൂടി പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും ഉണ്ടായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് ശ്വാസം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് ശ്വാസം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ സ്നേഹമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടി സഹിച്ച് അങ്ങയെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകളെ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിച്ച് ശ്വാസം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാവഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവവുമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം, ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞാൻ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങയെ എതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
പരിശുദ്ധ അമ്മേ, നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സകല നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുമ്പിൽ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ ഈശോമിശിഹായെ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന് ശിമയോൻ എന്ന ഒരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നു കൊണ്ടുവരാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശു ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവർത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖ സങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം, ഏറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വേറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർദ്രമായിരിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുകൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം, ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടൻ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ മിശിഹ ഓസ്ലോ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ലേം പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായ്ക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. ഒമ്പതാം സ്ഥലം, ഈശോ മിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്നും വഞ്ചന പുറപ്പെട്ടുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്രീവാമരത്തിന് കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പത്താം സ്ഥലം, ദൈവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ
ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെയാക്കണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ നോവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ടപ്രസാദത്തോടുകൂടി മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടി ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ കൃപകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്തിയാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിച്ചരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ കൃപകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം. ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ. ആമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശനായ കർത്താവിന്റെ കൃപകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവെ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണാകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അങ്ങയുടെ ആഹാരം ഞങ്ങളോട് ഇന്നലോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ഏറ്റവും ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ഇനി പാട്ട് പാടാവാം. രാഹുൽ താമര എന്നുള്ള ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പോ ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഈശംഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തീർത്ഥയാത്രയുടെ ഈ 50 ദിവസത്തെ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ തീർത്ഥയാത്രയുടെ 34-ാമത്തെ ദിവസത്തിലേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞുപോയ 34 ദിനങ്ങൾ നമ്മൾ രാത്രിയിൽ ഒരുമിച്ച് അവിടുത്തെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ അവിടുത്തെ തിരുമുറുകൾ ഉറപ്പിക്കുന്നതിനുമൊക്കെ 33 വ്യത്യസ്ത വ്യക്തികളിലൂടെ അതിന് നമ്മെ സഹായകരമായി പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെ സഹായിച്ചു. നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും സ്നേഹം നിറഞ്ഞ പെരിയ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനാണ്. മാത്യു അച്ഛൻ കൊച്ചി രൂപതക്കാരനാണ്. കേരളത്തിലെ 12 ലത്തീൻ രൂപതകളെ പ്രദാനം ചെയ്തുകൊണ്ട് കാറ്റഗിസം മതബോധന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ലാറ്റിൻ സഭയുടെ കേരളത്തിലെ അച്ഛൻ വളരെ സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിക്കുകയും എന്താവശ്യത്തിനും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന മാത്യച്ചനെ വളരെ സ്നേഹത്തോടെ നമുക്ക് കിട്ടിയത് തന്നെ വളരെ സന്തോഷമാണ്. നല്ല തിരക്കിനിടയിലാണ് എങ്കിലും നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി വന്ന മാത്യച്ചനെ വളരെ സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ പ്രത്യേകമായിട്ട് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മാത്യച്ച സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുകയാണ്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സന്യസ്തരായ സഹോദരിമാരെ, വൈദികരെ, പ്രിയപ്പെട്ട സഹോദരരെ, നോയമ്പ് കാലത്തില് ഒരു ഉദ്യമം നാം നടത്തുമ്പോൾ അത് വലിയ അനുഗ്രഹം നമുക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവായ ദൈവം നമുക്ക് നൽകുന്നു എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. നമ്മുടെ ഈ ത്യാഗവും നമ്മുടെ ഈ നല്ല മനസ്സും ദൈവം കാണുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. പീഠാസഹനത്തിന് മുൻപായി ഈശോ ഗത്സമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എന്തിനു വേണ്ടിയാണ് ഈശോ വിയർപ്പൊഴുക്കി രക്തം വിയർത്തുകൊണ്ട് ആ ഗത്സമിൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട്
പോയത്. ഈശോ എപ്പോഴും എല്ലാ നിമിഷവും പ്രാർത്ഥനയോടെ അല്ലാതെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് ആ പിതാവായ ദൈവത്തിന്റെ ഉത്തരം, അല്ലെങ്കിൽ പിതാവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാതെ ഒരു പ്രവൃത്തിയും പുത്രൻ തമ്പുരാൻ ചെയ്തിട്ടില്ല. ഇന്ന് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന പുത്രനായ തമ്പുരാൻ, ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ആ വലിയ മനസ്സ് കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മളെപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ പലപ്പോഴും ഒക്കെ നമുക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന്, അല്ലെങ്കിൽ ഈശോയുടെ ഹിതം നിറവേറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഒക്കെ നമ്മൾ പരാതിയും പരിഭവവും ആകുലതയും ഉത്കണ്ഠയും ഒക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്നത്. എന്നാൽ കർത്താവ് ഇന്ന് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്ന് ഗത്സമൻ തോട്ടത്തിലെ ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവം എത്ര അധികമായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ, അതിനേക്കാൾ വലിയ സ്നേഹത്തോടുകൂടെ നമുക്ക് ദൈവം നിരവധിയായ അനുഗ്രഹങ്ങളാണ് നമുക്ക് ദൈവം ഓരോ നിമിഷവും നൽകുന്നത്. ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ ഞാൻ ഓർക്കുമ്പോൾ, ഞാൻ എത്രയോ ബലഹീനനും പാപിയും പോരായ്മകളുള്ളവനും ആണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുമ്പോൾ, അവിടെയൊക്കെ ദൈവത്തിന്റെ വലിയ കൃപ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്നൊരു വൈദികനായിട്ട്, ഇന്നല്ലെങ്കിൽ ഈ ഒരു സ്ഥാനം, അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇന്ന് ശുഭ സൂചിപ്പിച്ചതുപോലെ KRLCBC, കേരളത്തിലെ ലത്തീൻ സമുദായത്തിന്റെ അല്ലെങ്കിൽ ലത്തീൻ സഭയുടെ മതബോധനത്തിന്റെ ഒരു കമ്മീഷന്റെ ഒരു സെക്രട്ടറി ആയിട്ട് വരാനായിട്ടുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുകയാണ്. പക്ഷേ എങ്കിൽ പോലും ദൈവം നമ്മുടെ ഇഷ്ടമോ നമ്മുടെ യോഗ്യതയോ ഒന്നും കൊണ്ടല്ല ദൈവം നമ്മളെ വഴി നടത്തുന്നത്. ഞാൻ ഒരു കെറിഗ്മയുടെ കോഴ്സ് കൂടിയ ഒരു വ്യക്തിയാണ്. കാരണം വേറൊന്നുമല്ല കൂടാൻ കാരണം, ഞാൻ ഞങ്ങളുടെ രൂപതയുടെ മതബോധന ഡയറക്ടറായിട്ട് എന്നെ അഭിമന്യ പിതാവ് ഭരമേൽപ്പിക്കുമ്പോൾ എനിക്ക് അതിന് യോഗ്യമായ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഒരു കെറിഗ്മ എന്നൊരു കോഴ്സ് കൂടുവാനായിട്ട് സാഹചര്യം എനിക്ക് ഉണ്ടായത്. ആ ഒരു കോഴ്സിലൂടെ എനിക്ക് കുറെ കൂടി വ്യക്തമായിട്ട് ബോധ്യമായി, ദൈവം എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടമാണ് വ്യക്തികളായ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ നിറവേറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അത് വീണ്ടും ഓരോ ദിവസവും ഓരോ വർഷവും കഴിയും തോറും അത് കൂടുതൽ വ്യക്തമാക്കുവാനായിട്ടാണ് എനിക്ക് സാധിച്ചതെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ ദുഃഖങ്ങളും വേദനകളും കുരിശുകളും ഒരുപാട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ഏതൊക്കെ വലിയ കുരിശാണോ, എത്ര ഭാരമുള്ള കുരിശാണോ നമ്മുടെയൊക്കെ മുന്നിലേക്ക് കടന്നുള്ളതെങ്കിലും അതൊക്കെ ഏറ്റെടുക്കുവാനായിട്ട്, അതെല്ലാം വഹിക്കുവാനായിട്ടുള്ള തോളിന്റെ കരുത്ത്, അല്ലെങ്കിൽ മനസ്സിന്റെ കരുത്ത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉടനീളം അതിനുള്ള ശക്തി ദൈവം തന്നെ തരുന്നുണ്ട് എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമാകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ഒരു വലിയ വിശ്വാസവും ആ ബോധ്യവും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അതൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ദൈവം എന്ത് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നിർവഹിക്കുവാനായിട്ട്, അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടുള്ള വലിയ കരുത്ത് നമുക്ക് നൽകും. ഈ ഈ ഈ ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുന്ന നിങ്ങളില് പലപ്പോഴും എല്ലാവരും തന്നെ ചിലപ്പോൾ കുടുംബ ജീവിതം നയിക്കുന്നവരാണ്, ഏകസ്ഥ ജീവിതം നയിക്കുന്നവരുണ്ടാകാം, സന്യസ്ത ജീവിതം നയിക്കുന്നവരുണ്ടാകും, വൈദികരായിട്ടുള്ളവരുണ്ടാകും. ആരുടെ ആണെങ്കിലും ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവത്തിലൂടെ എനിക്ക് പറയാനായിട്ട് കഴിയും, ദൈവമാണ് എല്ലാം നടത്തുന്നത്. കർത്താവ് ആ ഒരു സഹിയോൻ അല്ലെങ്കിൽ ആ ഒരു പീഠാസനങ്ങൾ ഏൽക്കുവാനായിട്ട് അല്ലെങ്കിൽ സ്വീകരിക്കുവാനായിട്ട് ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട് ഗത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ പോയിട്ടുണ്ട് എങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുൻപില് വലിയൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് പീഠാസഹനങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റെടുക്കാനായിട്ട് സാധ്യതകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഏറ്റെടുക്കുവാനായിട്ടുള്ള ശക്തിയും കരുത്തും ദൈവം നമുക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം പ്രിയപ്പെട്ടവരെ, നമ്മൾ സഭയിലെ അംഗങ്ങളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ സഭയുടെ കൂട്ടായ്മയില് ഒരു ഏക ശരീരം എന്ന നിലയില് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തില് ഈ ഒരു അനുഗ്രഹം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളത് വിശ്വസിക്കേണ്ടവരാണ്. നമ്മളത് ഈ സഭയിൽ ഏറ്റുപറയേണ്ടവരാണ്. നമ്മൾ എവിടെയാണോ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നമ്മൾ ഈ സത്യം, ഈ ഒരു വിശ്വാസ സത്യം നമ്മൾ ഏറ്റുപറയേണ്ടവരുമാണ്. കർത്താവ് നമ്മുടെ ഒക്കെ ആത്മാവിന്റെ നിറവാൽ നമ്മളെ നയിക്കുകയാണ്. കുരിശിലെ യാഗത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളും കുറവുകളും ഒക്കെ ദൈവം ക്ഷമിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഈ ആത്മാവിനെ സ്വീകരിച്ചത് മൂലം നമ്മളൊക്കെ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ പ്രഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. അത് നമ്മൾ എവിടെയായിരിക്കുന്നുവോ, ഏത് കുടുംബത്തിലായിരിക്കുന്നുവോ, ഏതൊരു കൂട്ടായ്മയിലായിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കുടുംബ കൂട്ടായ്മയാവാം, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിലാവാം, എവിടെയാണെങ്കിലും അത് നമ്മൾ പ്രഘോഷിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ആ വലിയ ബോധ്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സത്യം എൻ്റെ ജീവിതത്തിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തപസ് കാലത്തില് സർവശക്തനായ ദൈവം ഒരുക്കി നൽകിയിട്ടുള്ള ഈ ധന്യമായ ഈ നോമ്പുകാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുറെ കൂടെ ഒരു പടി കൂടെ നമുക്ക് നമ്മുടെ ബോധ്യങ്ങളെ ഉറപ്പിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ നയിക്കുന്നുവെന്ന്, കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ ജോലിക്കാരുടെ അധ്വാനമൊക്കെ നിഷ്ഫലമാണ് എന്ന് വചനം പറയുന്നു. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന ഏത് അധ്വാനമാണെങ്കിലും അത് ഫലമണിയണമെങ്കിൽ, അത് ജീവിതത്തിൽ അത് പൂവണിയണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വലിയ കൃപ, ദൈവത്തിന്റെ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു യാത്ര, നോയമ്പ് കാലത്തിലെ ഈ യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ബോധ്യപ്പെടേണ്ടതും നമ്മളതിന് സാക്ഷ്യം പറയേണ്ടതും അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുമായിട്ടുള്ള മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ നിരന്തരമായിട്ട് അനുനിമിഷം നമ്മളെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ വലിയ കരുതലും പദ്ധതിയുമാണ് നമ്മുടെ ജീവിതത്തിലൂടെ ഉടനീളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കും അത് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ബോധ്യമാകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എന്നെ വിളിച്ചു എങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്, ദൈവത്തിന്റെ വലിയൊരു നിയോഗമാണ്, ദൈവത്തിന്റെ ഒരു വലിയ അവിടുത്തെ മുന്നിലുള്ള വിശ്വാസത്തിന്റെ ഒരു വലിയ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. നിങ്ങൾ ഈ ഒരു കൂട്ടായ്മയിലൂടെ ഒന്നു ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു നോമ്പുകാലത്തിന്റെ പരിത്യാഗത്തിന്റെ പ്രാർത്ഥനയുടെ മറ്റ്
ഉപവാസത്തിന്റെ ഇതുമൊക്കെ ആയിട്ടുള്ള ഈ യാത്രയിൽ പങ്കുചേരുമ്പോൾ ഈ കൂട്ടായ്മയിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെ വലിയ സമർത്ഥമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് മാത്രമാണ് ഞങ്ങളോട് പറയുവാനായിട്ടുള്ളത്. ദൈവത്തിന്റെ പദ്ധതികളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അനുവദിച്ചതും ദൈവം നിയോഗിച്ചതും ദൈവം പദ്ധതി വിഭാവന ചെയ്തതുമായ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ചുവടുവയ്പ്പിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ഒരുപാട് വേർപാടിന്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, മാനസികമായ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ദൈവത്തിന്റെ ആ കുരിശിനോട്, കർത്താവിന്റെ കുരിശിനോട് അവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു വലിയൊരു ഉദ്ധാനത്തിന്റെ മഹോത്സവം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുവാനായിട്ട് ഇടയാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുവാണ്. ഈ ഹോളി ഹോമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ നന്മയിലേക്ക്, ശുദ്ധിയിലേക്ക് നയിക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വിശ്വാസത്തിന്റെ പ്രഘോഷണത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സാധിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു ആശീർവാദങ്ങൾ ഒരു ആശീർവാദങ്ങളെത്താ. യെസ്, ഓക്കെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. താങ്ക് യു അച്ഛാ. വളരെ തിരക്കൾക്കിടയിലും അച്ഛൻ വളരെ മനോഹരമായി ഈ വചനം പങ്കുവച്ചതിന്, ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായ അച്ഛൻ എന്നും ഉള്ളതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ നന്ദി. പ്രിയപ്പെട്ടവരാകും മാത്യച്ഛനെയും അച്ഛൻ്റെ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് കേരളത്തിലെ ലത്തീൻ സഭയിലെ എല്ലാ മതബോധന അധ്യാപകരെയും രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയിൽ അച്ഛൻ വളരെ കാര്യമായി കർത്താവ് ഇടപെടിയിരിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അച്ഛനിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു, കർത്താവെ നന്ദി പറയുന്നു. മാത്യു അച്ഛനെയും അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ വലിയ ആത്മാവിന്റെ കൃപയാൽ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞുപോയ ദിവസങ്ങളിലൂടെയൊക്കെ വചനം പങ്കുവെച്ച എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവർക്കെല്ലാം വേണ്ടി അവരുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളോട് വചനം പങ്കുവെക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. അവരുടെ നിയോഗങ്ങളും ഇപ്പോഴേ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും ധാരാളം നല്ല വചന പ്രഘോഷകരുണ്ടാകാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, അങ്ങയുടെ സുവിശേഷം സകലരോടും പങ്കുവെക്കുന്ന ധീരരും ശക്തരും ആത്മാവിൽ നിറഞ്ഞ് പ്രവർത്തിക്കുന്നവരുമായ പ്രേക്ഷിതരെ അവിടുന്ന് വളർത്തിയെടുക്കണമേ. കർത്താവെ, ധാരാളം സുവിശേഷ പ്രഘോഷകരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കാം. പറ്റുമെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കാം. നമ്മൾ ഈ സമയം നമ്മുടെ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് ഈശോ അരുളി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓൺലൈനിലൂടെ ആണെങ്കിലും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെ ആണെങ്കിലും ഒരേ സമയം രാത്രിയും പകലും സന്ധ്യയും ഒക്കെ ഒരു കൂട്ടായ്മയാണ് അല്ലെ. നമ്മളൊരു പ്രാർത്ഥനത്തിൽ വന്നെങ്കിൽ ഒരേ സമയമായിരിക്കും എല്ലാവർക്കും. പക്ഷെ ഇത് വിവിധ സമയം, വിവിധ നേരം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെല്ലാം ഓർക്കാം. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ അവിടുത്തെ മുമ്പിൽ ഉയർത്താം. ചില ഈ ഒരു കൂട്ടായ്മയിൽ വന്ന അന്നു മുതൽ എല്ലാ ദിവസവും എത്തിച്ചേരുമ്പോൾ ഒരു നിയോഗം വെച്ചിട്ടുണ്ടാകാം. പ്രത്യേകമായ ആ നിയോഗങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ഇതിൽ വന്നു ചേരാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അവരുടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ
കുടുംബത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അവരുടെ പഠനത്തെക്കുറിച്ച്, സാമ്പത്തിക മേഖലകൾ, രോഗത്തിന്റെ മേഖലകൾ, ജോലിയുടെ മേഖലകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട മേഖലകൾ, ഇങ്ങനെ നിരവധിയായ പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് നമുക്ക് ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. നമ്മൾ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മൾ തന്നെ സഭയാണ്. മാമോദിസയിലൂടെ സഭയിൽ അംഗമായി. കർത്താവെ, അത്തരത്തിലൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധ സഭയെയും സഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയെയും എല്ലാ പിതാക്കന്മാരെയും, വൈദികർ, സമർപ്പിതർ, സന്യസ്തർ, ആത്മായ ശുശ്രൂഷകർ, മാമോദിസയിലൂടെ സഭയിൽ അംഗമായിട്ടുള്ള സകലരെയും അവിടുത്തെ തിരുഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ സഭയ്ക്കായി പ്രാർത്ഥിക്കേണ്ടത്, ആ കാര്യങ്ങൾ അവിടുത്തെ മുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ സഭയിൽ സമാധാനം വർദ്ധിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ സഭയിൽ കൂട്ടായ്മ വർദ്ധിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ ഞങ്ങളുടെ സഭയിലുള്ള ഓരോരുത്തരുടെയും വിശ്വാസത്തെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ സഭയിലെ വിവിധങ്ങളായ ദൈവവിളികൾ സമൃദ്ധിയും ആഴവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ സഭയിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും പക്ഷപാതവും പല കാര്യങ്ങളുടെ പേരിലുള്ള വേർതിരിവുകളും ഒക്കെ മാറ്റപ്പെടുവാൻ തക്കവിധം ആദിമ സഭയിൽ എന്ന പോലെ ആത്മാവിന്റെ ഇടപെടൽ ശക്തമായി ഞങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് യുവജനങ്ങൾ, കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൃദ്ധരായവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാലും ഒരു സഹായവും ലഭിക്കാതെ ഒറ്റയ്ക്കായി പോകുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ സഭയെ മുഴുവൻ ഉയർത്തി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങാൽ സ്ഥാപിതമായ ഞങ്ങളുടെ സഭയെ കൂടുതൽ കൂടുതൽ ദൈവീക കൃപയാൽ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേരള സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 3 റീത്തുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ റീത്തിലെയും നേതൃത്വത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സീറോ മലബാർ സഭയെയും സഭയിൽ നിന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാ രൂപതകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങൾ, ധ്യാന ഗുരുക്കന്മാർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വെക്കാം. നമ്മുടെ ഈ കൂട്ടായ്മയെ, ഹോളി ഹോം മിനിസ്ട്രിയെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവ് തുടങ്ങിയ ഒന്നാണ്. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ നവീകരണത്തിനും വളർച്ചയ്ക്കും വേണ്ടി, കുടുംബങ്ങളെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കുടുംബത്തെ സ്നേഹത്തിലും ജീവനിലും വളർത്താൻ വേണ്ടി ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിക്കുന്ന കുടുംബമായി ഓരോ കുടുംബത്തെയും സഹായിച്ച് കൂടെ നടന്ന് അവരോടൊപ്പം യാത്ര ചെയ്ത് വളർത്താൻ വേണ്ടി എല്ലാറ്റിനും ഉപരിയായി ഓരോ ക്രൈസ്തവ കുടുംബവും മിഷണറി കുടുംബമാകാൻ, പ്രേക്ഷിത കുടുംബമാകാൻ പരിശീലിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവ് കൂട്ടായ്മ തുടങ്ങിയത്, ആരംഭിച്ചത്, വളർത്തുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിലേക്ക് കർത്താവ് കൂട്ടായ്മയെ വളർത്തുന്നുണ്ട്. വളരെ ചെറുതായി തുടങ്ങിയ ഒരു കൂട്ടായ്മ കർത്താവ് ആഗ്രഹിച്ച വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഓൺലൈൻ പ്രോഗ്രാമിലൂടെ വളരെ 10 ആഴ്ച വെച്ച് ഒരേ സമയം 2 പ്രോഗ്രാമുകളാണ് സുവിശേഷവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്നത്. 1 അമേരിക്കയും 2 ഭാരതത്തിലുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്. മറ്റൊന്ന് 40 ദിവസത്തെ നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം, ക്രിസ്മസിന് കഴിഞ്ഞ് 25 ദിവസത്തെ ഈ ഓൺലൈൻ പ്രോഗ്രാമിനെ സമർപ്പിക്കാം. ഫിസിക്കലായിട്ട് ചെല്ലാന ഇടവകയിലെ 2ാമത്തെ ബാച്ച് വളരെ അനുഗ്രഹീതമായി കഴിഞ്ഞു. അടുത്ത ബാച്ച് ജൂൺ മാസം 3ാമത്തെ ഒരു ബാച്ചിന് വേണ്ടി അവിടെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നാളെ 21-ാം തീയതി മുതൽ കണ്ണൂര് 2 ഇടവകകളിൽ ഈ ഒരു സുവിശേഷ കുടുംബ നവീകരണ ധ്യാനം, ക്രിസ്താനുഭവ ധ്യാനം നടക്കുകയാണ്. അതിനുശേഷം നമ്മൾ ദൈവത്തിന് വലിയ പദ്ധതിയുടെ ഭാഗമായി കുടുംബങ്ങളെ മിഷണറിമാരാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ മിഷനിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഇന്നലെ ഈ മിഷനിലേക്ക് യാത്ര പോകുന്ന എല്ലാവരും
പ്രിയപ്പെട്ട എമ്മാനുവൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് വന്ന് വിശുദ്ധ കുർബാന എടുത്തു വെച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തർക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാം കൂട്ടായി 7 മണി മുതൽ 9:15 വരെ ഞങ്ങൾ സംസ്ഥയിലുണ്ടായിരുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രത്യേകമായി ഏപ്രിൽ 10-ാം തീയതി മുതൽ മെയ് 25-ാം തീയതി നടക്കുന്ന മിഷൻ ട്രെയിനിങ് യാത്രയെയും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കാം. അതിനു വേണ്ടുന്ന പ്രാർത്ഥനകൾ ധാരാളം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ, അതിനുവേണ്ട സാമ്പത്തികമായ കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഉണ്ടാകാൻ, അവർക്ക് ആവശ്യമായ ജപമാല, പടങ്ങൾ, മറ്റു സഹായങ്ങളൊക്കെ ഉണ്ടാകാൻ, ആരോഗ്യത്തോടെ ഈ ഒരു ശുശ്രൂഷ പൂർത്തിയാക്കാനൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ മിനിസ്ട്രിയെ മുഴുവൻ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആനിമേറ്റർമാരായ പ്രിയപ്പെട്ട വൈദികർ, രക്ഷാധികാരികളായ പിതാക്കന്മാർ, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ മെന്റേഴ്സ് എല്ലാവരെയും സമർപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ആരാധന, 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 ആരാധന. നന്ദി, 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 നന്ദി ദൈവമേ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും നമുക്ക് തേടാം. നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ തോളിൽ കൈയിട്ടവരുണ്ട്. സ്വർഗത്തിലെത്തുന്നത് വരെ അവരുടെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും തുടരണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ കൊച്ചു പ്രാർത്ഥന ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും എന്നെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുക്കുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മാതാവിനോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാട്ടുപാടി നന്ദി പറയാം. ആരും ഇല്ലെന്ന് തോന്നുന്നു. മാത്യച്ചാ പാടണോ? പാടിക്കോ. നന്മ നീരുമമ്മ വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ മേരി ലോകമാതാ, കണ്ണിലുണ്ണിയാകും ഉണ്ണീശു തന്റെ അമ്മയായ മേരി ലോകമാതാ, മാതാവേ മാതാവേ മഞ്ഞും ദീപം നീയല്ലോ നിത്യ സ്നേഹധാര, കുമ്പിൾ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ, മേരി മാത്യച്ചാ താങ്ക് യു. ചുറ്റുമായിട്ട് അമ്മയും മോളും കൂടെ പാടി അവസാനം അച്ഛനും കൂടെ കൂടി ഗ്രൂപ്പ് ആയിട്ട് നന്നായിട്ട് കൂടി. താങ്ക് യു മാത്യച്ചാ. താങ്ക് യു. ചിലയിടത്ത് നല്ലപോലെ നന്നായി കഴിഞ്ഞു. ഇന്ന് ഞാനിപ്പം വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നാളെ നമുക്ക് എല്ലാവർക്കും കാണാം. നമ്മുടെ പ്രാർത്ഥനയിൽ നോക്കാം, നമ്മുടെ പ്രാർത്ഥന തുടരാം. നമുക്ക് കൂട്ടായ്മയ്ക്കൊക്കെ വേണ്ടി, പ്രത്യേകിച്ച് നമ്മുടെ മിഷന് വേണ്ടി. താങ്ക് യു. അമേരിക്കയിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അതെ മാത്യു അച്ഛനോട് പറഞ്ഞതാണ്. മാത്യു അച്ഛൻ ഇറങ്ങിയത് എനിക്ക് തോന്നുന്നു. ഓക്കെ ജനി. എന്റെ ചെയ്തോ. അപ്പൊ